ഓക്കെ, 13ാമത്തെ പേജിൽ 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 കോളത്തിലായിട്ടാണ് തന്നിരിക്കുന്നത്. ആ 3 കോളത്തിലായിട്ട് തന്നിരിക്കുന്ന സംഗതികളിൽ നിന്നും നമ്മളോട് പറയുന്നിരിക്കുന്നത് കഥയിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഈ കഥയിൽ നിന്ന് 3 കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഒന്ന് ഇമാജിനറി, അതായത് ഒന്ന് ഭാവനയിൽ കാണുന്നത്. 2 സ്മൈലി, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനോടൊന്നിനെ സാദൃശ്യപ്പെടുത്തുന്നത്. 3ാമത്തത് മാജിക്കൽ എലമെന്റ്, അതായത് മാന്ത്രികമായിട്ടുള്ള ഘടകങ്ങൾ. ഇത് 3 നമ്മളോട് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മാജിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ എലമെന്റ്സുകൾ ഏതെല്ലാമാണെന്നാണ് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, ഓക്കെ, ദ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അത് സാധാരണ ഒരിക്കലും കാണാറുള്ളതല്ല. ഒരു ത്തെക്കുറിച്ച് മാന്ത്രികതയുള്ള കഥകളിലാണ് ഇങ്ങനെയുള്ള വിങ് ഉള്ള മനുഷ്യനെ കാണുന്നത്. വുമൺ ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. അതുപോലെ രണ്ടാമതായിട്ട് ഒരു സ്ത്രീ ഒരു സ്പൈഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു എട്ടുകാലിയായിട്ട് മാറുക എന്ന് പറയുന്നതും മാന്ത്രികതയുടെ കാര്യമാണ്. ദ ഓൾഡ് മാൻസ് ആഞ്ചലിക് പേഷ്യൻസ് ആൻഡ് സർവൈവൽ, അതായത് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അവന് ഉണ്ടെങ്കിൽ പോലും ഒരു ഏഞ്ചലിനെ പോലെ തന്നെ അവൻ ഒരു ശാന്തത കാണിച്ചു തരുന്നതും അവന്റെ ആ രോഗത്തിൽ നിന്നുള്ള ഒരു മോചനം നേടലും, അതുപോലെ തന്നെ ഫൈനൽ ഫ്ലൈറ്റ് ടു ദ അൺനോൺ വേൾഡ്, അവസാനം ആ മനുഷ്യൻ ഏതോ ഒരു മന്ത്രകഥയിലെ പോലെ അറിയാത്ത രാജ്യത്തേക്ക് ദേശത്തേക്ക് അവൻ പറന്നു പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്മൈലി എന്താണെന്നുള്ളതാണ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. സ്മൈലി എന്ന് വെച്ചാൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർ ടു ഡിഫറെന്റ് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്, അതായത് നമ്മൾ ഇത് ഒരു രീതിയിലുള്ള ഭാഷ ശൈലിയാണ്. അവിടെ എന്താണ് ചോദിക്കുന്നത്? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സാദൃശ്യപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ലൈക്ക് അല്ലെങ്കിൽ ആസ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് ഒന്നിനോടൊന്ന് സാദൃശ്യപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമതായിട്ട് സ്മൈലി ആയിട്ട് നമുക്ക് കാണാവുന്നത് ഏതാണ്? ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ ആസ് ഹി കുഡിന്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ എയർ. എന്താണ് ഇവിടെ പറയുന്നത്? ഹി വാസ്, അവൻ ആ അവിടേക്ക് എന്താണ് ഷെഡിലേക്ക് ഇടിച്ചിറങ്ങുന്ന ആ ഒരു കണ്ടീഷനിലായിരുന്നു. എന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവന് അവിടെ ഒരു ഇത് കിട്ടിയില്ല, എയറിൽ ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ട്, അതായത് പിടുത്തം കിട്ടാത്തത് കൊണ്ട്. അപ്പൊ ആ മനുഷ്യൻ താഴേക്ക് ഇറങ്ങാൻ കാരണമായി തീർന്നത് അവന് എയറിൽ ഗ്രിപ്പ് അല്ലെങ്കിൽ പിടുത്തം കിട്ടാത്തത് കൊണ്ട്. രണ്ടാമതായിട്ട് ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് എ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സ്നെയിൽ വാൾച്ചർ, അതായത് ഒരു ഒച്ചിനെ പോലെ അല്ലെങ്കിൽ ഒരു അവശതയായ ഒരു കഴുകനെ പോലെ അവൻ അവന്റെ ചിറക് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ആ മനുഷ്യൻ ഒരു പഴംതുണിയും പാട്ടയും ഒക്കെ പറക്കുന്ന മനുഷ്യനെ പോലെ, പഴയ സാധനങ്ങൾ പറക്കുന്ന ഒരു മനുഷ്യനെ പോലെ ഡ്രസ് ചെയ്തിരുന്നു. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അവന് എങ്ങനെയാണ് അവന്റെ ആ പിറ്റിഫുൾ കണ്ടീഷൻ അവനെ ഒരു വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന ഒരു ഫാദറിനെ പോലെയാണ്, അവനെ ഒരു ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് അവിടെ കാണുവാനായിട്ട് കണ്ടത്. മൂന്നാമതായിട്ട് ഹിസ് ഫെദേഴ്സ് വേർ ലുക്കിംഗ് ലൈക്ക് എ സ്കെയർ ക്രോസ് ഫെദേഴ്സ്, അതായത് അവന്റെ ചിറകുകൾ ഒരു സ്കെയർകോയുടെ ചിറകുകൾ പോലെയാണ് കണ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് ഒരു നിങ്ങൾക്കറിയാമല്ലോ സ്കെയർ ക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാധനം? നമ്മളുടെ ഈ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് മുമ്പിൽ വെക്കുന്ന ആ നോക്കുകുത്തിയുടെ ചിറകുകൾ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇവിടുത്തെ മാജിക്കൽ എലമെന്റ്സ്, ദ മാജിക്കൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? ദ ഓൾഡ് മാൻസ് വിങ്സ്, അതായത് ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന് ഒരു ചിറകുണ്ടെന്ന് പറയുന്ന ഒരു മാന്ത്രികതയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ദ വുമൺസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സ്പൈഡർ, ആ സ്ത്രീ എന്താണ് ചെയ്തത്? ഒരു സ്പൈഡർ ആയിട്ട് മാറി എന്ന് പറയുന്നത് എന്താണ്? ഒരു മാജിക്കൽ എലമെന്റ്സ് ആയിട്ടാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് എന്താണ്? ചൈൽഡ്സ് സഡൻ റിക്കവറി, അതായത് ആ കുട്ടി പെട്ടെന്ന് എന്തായി തീരുകയാണ്? റിക്കവറി, രോഗത്തിൽ നിന്നും മുക്തനായി തീരുന്നത് ഒരു മാജിക്കൽ എലമെന്റ്സ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഡോക്ടേഴ്സ് ഡിസ്കവറി, അവിടെ ആ ഡോക്ടർ അവനെ പരിശോധിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ ഒരു മാജിക്കൽ എലമെന്റ് ആയിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ദ ഏഞ്ചൽസ് ഫൈനൽ ഫ്ലൈറ്റ്, ആ ഏഞ്ചലിന്റെ അവസാനത്തെ ഉയർന്നുള്ള ആ പറന്നുപോക്കലും ഒരു മാജിക്കൽ എലമെന്റ് ആയിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്.
ഇനി നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, ദ ഓൾഡ് മാൻ ഫൈനലി മാനേജസ് ടു ഫ്ലൈ അവേ. ആ വാർദ്ധക്യത്തിലെത്ത മനുഷ്യൻ അവസാനം പറന്നുയർന്നു പോകുവാനായിട്ട് സാധിച്ചു. എലസണ്ട വാച്ചസ് ഹിം ടിൽ ഹി ഡിസപ്പിയേഴ്സ്. എലസണ്ട എന്താണ് ചെയ്യുന്നത്? അവനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവൻ അപ്രത്യക്ഷമാകുന്നു. ഡിസപ്പിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രത്യക്ഷം ആകുന്നത് വരെ. യു മേ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് അറ്റംപ്റ്റ് ഓൾട്ടർനേറ്റീവ് എൻഡിങ്സ് ടു ദ സ്റ്റോറി. നിങ്ങളോട് ഗ്രൂപ്പിൽ കൂടിയിട്ട് വേറൊരു എൻഡ്, ആ കഥയുടെ അവസാനം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് കഥയ്ക്ക് വേറൊരു അവസാനം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെറിയ രീതിയിൽ ഇവിടെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ആ സ്പ്രിംഗ് അറൈവ്ഡ്, അതായത് ശൈത്യകാലം കഴിഞ്ഞ് സ്പ്രിംഗ് കാലം വന്നപ്പോൾ ദ ഏഞ്ചൽ സ്ലോലി റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത്. ആ ഏഞ്ചലിനെ എന്ത് പറ്റി? പയ്യെ അവന്റെ ആരോഗ്യം വീണ്ടെടുത്തു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലൈയിങ് അവേ, അവൻ പറന്നകന്നു പോകുന്നതിന് പകരം ബിഗാൻ ടു സിങ് ഇൻ എ ലാംഗ്വേജ് നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ്. അതായത് അവൻ അവിടെ ഇരുന്ന് പാട്ട് പാടുവാൻ തുടങ്ങി, ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ. ബട്ട് വിച്ച് ഫീൽഡ് ദ എയർ വിത്ത് വാംത്. അത് ആ എയർ, ആ ചുറ്റുപാടുമുള്ള എയർ മുഴുവൻ ഒരു വാംത്, ഒരു സന്തോഷം പകർന്നു നൽകി. ദ വില്ലേജേഴ്സ് മൂവ്ഡ് ബൈ ഹിസ് സോങ്സ്. ആ വില്ലേജിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവന്റെ പാട്ട് കേട്ട് ആനന്ദിച്ചു. സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ് ഹിം വിത്ത് കൈൻഡ്നസ്. അപ്പോൾ അവനെ വളരെ ദയയോടുകൂടി അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ബ്രിങ്കിങ് ഹിം ഫുഡ് ആൻഡ് മെൻഡിങ് ഹിസ് ഫെദേഴ്സ്. അവൻ എന്ത് ചെയ്തു? ഫുഡ് കൊണ്ടു കൊടുത്തു. അതുപോലെ തന്നെ അവന്റെ ആ ചിറകുകളെ പരിപാലിക്കുവാൻ തുടങ്ങി. ദ ചൈൽഡ് ഗ്രൂ അപ്പ് ഹെൽത്തി ആൻഡ് ജോയ്ഫുൾ. ആ കുഞ്ഞ് ആരോഗ്യമുള്ളവനായിട്ട് സന്തോഷവാനുമായിട്ട് വളർന്നു വന്നു. ഓഫൺ പ്ലേയിങ് നിയർ ദ ഏഞ്ചൽ. അവൻ ആ ഏഞ്ചലിന്റെ അടുത്ത് മിക്കവാറും കളിച്ചുകൊണ്ടിരുന്നു. ഹു ബിക്കം എ പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ് ലൈക്ക് എ ക്വയറ്റ് ഗാർഡൻ. അതായത് അവൻ അവരുടെ ജീവിതത്തിൽ, പെലയായുടെ കുടുംബജീവിതത്തിന്റെ ഒരു പാർട്ടായി തീർന്നു. ഒരു ഗാർഡനെ പോലെ, നിശബ്ദമായ ഒരു ഗാർഡനെ പോലെ, ഭംഗിയുള്ള ഒരു ഗാർഡനെ പോലെ. പെലയോ ആൻഡ് എലിസണ്ട ടച്ച്ഡ് ബൈ ഹിസ് പ്രസൻസ്. അവന്റെ സാന്നിധ്യത്തിൽ അവർ രണ്ടുപേരും സന്തോഷിച്ച് യൂസ്ഡ് ദെയർ വെൽത്ത് ടു ഹെൽപ്പ് ദ ടൗൺഷിപ്പ് പീപ്പിൾ. അവരുണ്ടാക്കിയ സമ്പാദ്യം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ചെലവഴിച്ചു തുടങ്ങി. ആൻഡ് ബിൽറ്റ് എ സാങ്ച്വറി ഫോർ അതർ ലോസ്റ്റ് ആൻഡ് ബ്രോക്കൺ സോൾസ്. അതുപോലെ തന്നെ അവിടെ നിന്നും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ശവകുടീരം അല്ലെങ്കിൽ ഒരു ഓർമ്മ കുടീരം ഉണ്ടാക്കി. ഇൻ ടൈം ദ ഏഞ്ചൽസ് വിങ്സ് ഷ്രിമേഡ് വിത്ത് ലൈറ്റ്. അങ്ങനെ സമയം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഏഞ്ചലിന്റെ എന്ത് ചെയ്തു? വിങ്ങുകൾ വളർന്ന് പൂർണ്ണ വളർച്ചയായിട്ട് സ്പാർക്കിൾ ചെയ്യാൻ തുടങ്ങി, അതായത് തിളങ്ങുവാനായിട്ട് തുടങ്ങി. വിത്ത് ലൈറ്റ്. ആൻഡ് വെൻ ഹി ഫൈനലി സോർഡ് ഇൻ ടു ദ സ്കൈ. അവസാനം അവൻ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. ദ ഹോൾ വില്ലേജ് വാച്ച്ഡ് ഹിം സ്മൈലിംഗ് ഫേസസ്. ആ വില്ലേജ് മുഴുവൻ അവനെ ചിരിക്കുന്ന മുഖം കൊണ്ട് നോക്കി നിന്നു. ഗ്രേറ്റ്ഫുൾ ടു ഹു നോൺ ഹിം. അവനെ അറിഞ്ഞതിൽ വളരെ സന്തോഷത്തോടുകൂടി ആ വില്ലേജേഴ്സ് എല്ലാവരും അവനെ നോക്കി നിന്നു. ഇതാണ് ഈ ഭാഗം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം.